ഹലോ ഓൾ വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11th മാർച്ച് 2019 ഷിഫ്റ്റ് 2-ലെ SSC GD ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദി സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ്. ഓക്കെ, അപ്പോൾ വേർഡ് ഇതാണ് കമ്പാഷൻ. നമുക്കറിയാം കമ്പാഷൻ മീൻസ് സോറോനെസ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണല്ലേ, ഒരു മേഴ്സി എന്നൊരു മീനിങ് ആണ് കമ്പാഷൻ ഉള്ളത്. സോ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പിറ്റിയാണ്. ഓക്കെ, പിറ്റി, എംപതി, മേഴ്സി ഇതൊക്കെ കമ്പാഷൻ്റെ സിനോണിമായിട്ട് പറയാവുന്ന വേർഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, സെലക്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. നമുക്ക് 4 വേർഡ്സാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബിലീവ്, കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. സെക്കൻഡ് വൺ കൺസൈൻസ്, കറക്റ്റാണ്. സി ഇറസിസ്റ്റബിൾ, ഇത് റോങ്ലി സ്പെൽറ്റ് ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് IRRESTIBLE. ഓക്കെ, TI ആണ്, A അല്ല. ദെൻ ഡി അപ്പാരൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ഇറസിസ്റ്റബിൾ ആണ്, റോങ്ലി സ്പെൽറ്റ് വേർഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, identify the segment in the sentence which contains the grammatical error from the given option. നമുക്ക് സെൻറ്റൻസ് വായിക്കാം. Thunderstorms develop in hot, humid tropical areas like India much too frequently. നമുക്കറിയാം ഈ ഒരു പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. കാരണം ഫ്രീക്വൻ്റ്ലി എന്ന് പറയുന്നത് ഒരു ആഡ്വേർബാണ്. ഓക്കെ, അപ്പോൾ ആഡ്വേർബിന് മുന്നേ നമ്മൾ ഫ്രീക്വൻ്റ്ലി എന്ന് പറയുന്ന വേർഡിന് മുന്നേ നമ്മൾ യൂഷ്വലി ടു യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്കറിയാം ടു എപ്പോഴും വരുന്നത് V1. ഓക്കെ, ടുവിനോട് കൂടെ എപ്പോഴും V1 ഫോമേ വരത്തുള്ളൂ. അപ്പോൾ ഫ്രീക്വൻ്റ്ലി അതിന് മുന്നേ ടു വരത്തില്ല. പിന്നെ ടുവിന് ശേഷം എപ്പോഴും V1 ഫോമേ വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ TO അല്ല, TOO ആണ് വരേണ്ടത്. ഓക്കെ, അതായത് ഹൈലി ഡിസൈറബിൾ അങ്ങനെ ഒരു മീനിങ് ഇല്ലേ, ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. ഒരു മോർ ദാൻ നീഡഡ് എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇവിടെ മച്ച് ടു ഫ്രീക്വൻ്റ്ലി, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്ന പോർഷൻ. അപ്പം നമ്മുടെ സെൻറ്റൻസ് ഇങ്ങനെ വരും. തണ്ടർസ്റ്റോംസ് ഡെവലപ്പ് ഇൻ ഹോട്ട് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ഏരിയാസ് ലൈക്ക് ഇന്ത്യ മച്ച് ടു ഫ്രീക്വൻ്റ്ലി. ഓക്കെ, ഈ TOO ആണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 4, സെലക്ട് ദി വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻറ്റൻഷ്യലി സ്റ്റാർട്ടിങ് എ ഫയർ ടു ഡാമേജ് സംതിങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർസൺ. ഓക്കെ, ബാക്കി മൂന്നും എന്താ നമുക്കറിയാം. അപ്പോൾ ഇൻറ്റൻഷ്യലി സ്റ്റാർട്ടിങ് എ ഫയർ ടു ഡാമേജ് സംതിങ് എന്ന് പറഞ്ഞാൽ ആർസൺ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, identify the segment in the sentence which contains the grammatical error from the given options. The earthy fragrance of soil after a first rain is always refreshing. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. The earthy fragrance of a soil after a first rain is always refreshing. Okay, a first rain. നമുക്കറിയാം എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് നൗണിന് മുന്നേ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് മാത്രമല്ല, റെയിനെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്, ഫസ്റ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം നമ്മൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദായാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ earthy fragrance of soil after the first rain is always refreshing. അപ്പോൾ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ സിയിലാണ്. Question number 6, select the most appropriate word to fill in the blank. India gets a large number of medical tourists and visitors dash many countries. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്നത് 4 പ്രപ്പോസിഷൻസ് ആണ്. ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ഫ്രം ആണ്. ഇന്ത്യ ഗെറ്റ്സ് എ ലാർജ് നമ്പർ ഓഫ് മെഡിക്കൽ ടൂറിസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് ഫ്രം മെനി കൺട്രീസ്. നമുക്കറിയാം ത്രൂ എന്ന് പറഞ്ഞാൽ മൂവിങ് ഫ്രം വൺ സൈഡ് ആൻഡ് കമ്മിങ് ഔട്ട് ത്രൂ ദി അതർ. ദെൻ ബൈ എന്ന് വെച്ചാൽ അവനാൽ, ആൽ എന്നൊരു മീനിങ് ആണ്. ദെൻ എക്രോസ് ഏകദേശം സെയിം ആണ്, മൂവിങ് ഫ്രം വൺ സൈഡ് ടു അനദർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ഫ്രം. സെലക്ട് ക്വസ്റ്റ്യൻ നമ്പർ 7, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻ സെഗ്മെന്റ് ഇൻ ദ ഗിവൺ സെന്റൻസ്. ഇഫ് ദർ ഇസ് നോ നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്, സെലക്ട് നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ്. ഇൻ വിഗറസ് എക്സസൈസ്
the demand for bodily energy is very high. അപ്പോൾ ഇൻ വിഗറസ് എക്സസൈസ് എന്ന് പറഞ്ഞൊരു പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം വിഗറസ് എക്സസൈസ് ഒക്കെ ഇറ്റ്സ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ടൈം അല്ല, ഒരു ടൈമാണ് കാണിക്കുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതായിരിക്കണം? ഇവിടെ ഏറ്റവും സൂട്ടബിളായിട്ട് വരുന്നത് ഏത് ഓപ്ഷൻസാണ് നോക്കാം. ഓപ്ഷൻ ഡി ഡ്യൂറിങ് വിഗറസ് എക്സസൈസ് ആണ്. സമയമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡ്യൂറിങ് ആണ് വരേണ്ടത്. ഇൻ എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഇൻവോൾവ് എന്നുള്ള മീനിങ് ആണ്. സോ ഡ്യൂറിങ് വിഗറസ് എക്സസൈസ് ദി ഡിമാൻഡ് ഫോർ ബോഡി എനർജി ഈസ് വെരി ഹൈ എന്നുള്ളതാണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. Unlike the calm waters of lakes, ocean water keeps moving dash. ഓക്കെ, ഇവിടെ ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരേണ്ടത് ഒരു ആഡ്വേർബ് ആണ്. കാരണം മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടറിനെയാണ് അവിടെ എന്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ല ഡിനോട്ട് ചെയ്യുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടറിനെയാണ് അവിടെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആഡ്വേർബ് ആണ് വരേണ്ടത്. ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന വേർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ കണ്ടിന്യൂസ്ലി ആണ് അവിടെ വരേണ്ട ആഡ്വേർബ്. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറയുന്നത് വേർബാണ്. സോ അൺലൈക്ക് ദി കാം വാട്ടേഴ്സ് ഓഫ് ലേക്സ്, ഓഷ്യൻ വാട്ടർ കീപ്സ് മൂവിങ് കണ്ടിന്യൂസ്ലി. ക്വസ്റ്റ്യൻ നമ്പർ 9. സെലക്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓരോ വേർഡ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വേർഡ് ലീഷ്യർ ആണ്, കറക്റ്റ്ലി സ്പെൽഡ് ആണ്. സെക്കൻഡ് വൺ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റിൽ എ അല്ല വരേണ്ടത്, INDEPENDENT ആണ് ഇൻഡിപെൻഡൻറ്റ്. ദെൻ സി ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആണ്. ജഡ്ജ്മെൻറ്റ് നമുക്ക് ഇങ്ങനെയും സ്പെൽ ചെയ്യാം, അല്ലാതെ GE ഇട്ടും സ്പെൽ ചെയ്യാം. ഓക്കെ, രണ്ടും കറക്റ്റാണ്. ദെൻ ലൈസൻസും കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. After reaching New York, Prakash will have to dash himself to the new surroundings. ഓക്കെ, അതായത് പ്രകാശ് ന്യൂയോർക്കിൽ എത്തിയതിന് ശേഷം ഹി വിൽ ഹാവ് ടു പുതിയ സറൗണ്ടിങ്സ് ആയിട്ട് എന്താണ് അഡ്ജസ്റ്റഡ് ആവുകയാണ്. സോ അഡ്ജസ്റ്റഡ് എന്ന് പറയുന്ന മീനിങ് ഉള്ള വേർഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് ഓപ്ഷൻ ഡി അഡാപ്റ്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ റീച്ചിങ് ന്യൂയോർക്ക് പ്രകാശ് വിൽ ഹാവ് ടു അഡാപ്റ്റ് ഹിംസെൽഫ് ടു ദി ന്യൂ സറൗണ്ടിങ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 11. സെലക്ട് ദി മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം. ബൈറ്റ് ഓഫ് മോർ ദാൻ വൺ ക്യാൻ ചൂ. ഓക്കെ, അതായത് ടു ഹാൻഡിൽ സംതിങ് മോർ ദാൻ വൺസ് കേപ്പബിലിറ്റി ഓർ മോർ ദാൻ വൺ ക്യാൻ ഡീൽ വിത്ത് എന്നൊരു മീനിങ് ആണ് ബൈറ്റ് ഓഫ് മോർ ദാൻ വൺ ക്യാൻ ചൂ എന്നുള്ള പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ്. സോ ഓപ്ഷൻ സി ആണ്, ടു ടേക്ക് മോർ ദാൻ വൺ ക്യാൻ ഡീൽ വിത്ത്. ഓക്കെ, നമ്മൾ പറയില്ല അനാവശ്യ ഭാര്യമൊക്കെ തലയിൽ ചുമക്കുക. അതായത് നമുക്ക് എന്ത് ചെയ്യാനാണ് പ്രാപ്തിയുള്ളത് അതിൽ കൂടുതൽ കാര്യം നമ്മൾ ഏറ്റുപിടിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ഏറ്റെടുക്കും, നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ. അതിനാണ് ബൈറ്റ് ഓഫ് മോർ ദാൻ വൺ ക്യാൻ ചൂ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 12. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ദ അതോറിറ്റീസ് ഹാവ് ഡാഷ്ഡ് ഇൻ ടു ദിസ് ഇൻസിഡൻറ്റ്. അതോറിറ്റീസ് ഒരു ഇൻസിഡൻറ്റ് നടന്നു. അപ്പോൾ യൂഷ്വലി അവർ എക്സാമിൻ ചെയ്യും, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഒരു ഇൻഫോർമേഷൻ അൺകവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു മീനിങ് വരുന്നത് പ്രോപ്ഡ് ആണ്. ഓക്കെ, ട്രൈങ് ടു അൺകവർ ആൻ ഇൻഫോർമേഷൻ by physically examining through hands or by their hands. Question number 13. Select the most appropriate option to substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. The food is broken down into useful substances that can be absorbed by the body. ഈ ബ്രോക്കൺ ഡൗൺ എന്ന് പറയുന്ന പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. പോരാത്തതിന് ഇതൊരു പാസീവ് വോയിസും കൂടിയാണ്. ഓക്കെ, പാസീവ് വോയിസും കൂടിയാണ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ പാസീവ് വോയിസിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം പാസീവ് വോയിസിൽ സിമ്പിൾ പ്രസൻറ്റ് തരുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് V3 ആണ് അല്ലേ. ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 ആണ്. അപ്പോൾ ബ്രോക്ക് അല്ല, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ ആണ്. ഓക്കെ, അപ്പോൾ ദ ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു യൂസ്ഫുൾ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ ദി ബോഡി. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 14. സെലക്ട് ദി ആൻറ്റോണിം ഓഫ് ദി ഗിവൺ വേർഡ്. ഓക്കെ, അഗ്നിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അഗ്നിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്ലഷറാണ്. ഓക്കെ, അഗ്നിയുടെ ഓപ്പോസിറ്റ് പ്ലഷർ. Select the most appropriate option to substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. Yesterday, Maria was eagerly waited to meet her
ഗ്രാൻഡ് പേരൻസ്. അപ്പോൾ വാസ് ഈഗർലി ആ ഒരു പോർഷനിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, വാസ് ഈഗർലി വെയിറ്റഡ്. നമുക്കറിയാം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതിലാണ്? പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ റൂൾ എങ്ങനെയാണ്? വാസ് ഓർ വെയർ പ്ലസ് V1 പ്ലസ് ING. ഓക്കെ, അപ്പോൾ ഇവിടെ വെയിറ്റഡ് അല്ല വെയിറ്റിംഗ് ആണ് വരേണ്ടത്. യെസ്റ്റർഡേ മരിയ വാസ് ഈഗർലി വെയിറ്റിംഗ് ടു മീറ്റ് ഹർ ഗ്രാൻഡ് പേരൻസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Question number 16. Identify the segment in the sentence which contains the grammatical error from the given options. Continuous heavy rainfall may further worsen the flood situation. Okay. But father എന്ന് പറയുന്ന വേർഡ് ഇൻകറക്റ്റ് ആണ്. ഫാദർ എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് കാണിക്കണയാണ് അല്ലേ? ഹൈ ഡിസ്റ്റൻസ് ഷോ ചെയ്യുന്നതാണ് ഫാദർ എന്ന് പറയുന്ന വേർഡ്. നമുക്കൊരു ഫർദർ ആണ് വേണ്ടത്. ഓക്കെ, അഡീഷണൽ ടു വാട്ട് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്നൊരു മീനിങ് ആണ് ഫർദർ എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ സിയിലാണ് മിസ്റ്റേക്ക്. കണ്ടിന്യൂസ് ഹെവി റെയിൻഫാൾ മേ ഫർദർ വേഴ്സൺ ദി ഫ്ലഡ് സിറ്റുവേഷൻ. Continuous heavy rainfall may further worsen the flood situation. Question number 17. Select the word which means the same as the group of words given. One word substitution ആണ്. A person employed to drive a private or hired car. Chauffeur ആണ്. Okay. Then astronaut എന്ന് വെച്ചാൽ a person who is trained to travel in a spacecraft. അതാണ് astronaut. Then sailor എന്താ? പൈലറ്റ് എന്താന്ന് നമുക്കറിയാം. Question number 18. ഒരു പാസേജ് എന്നുണ്ട്, അതിൽ ഓരോ ബ്ലാങ്ക് ഫില്ല് ചെയ്യാം. സെറ്റിൽമെൻറ്റ്സ് ആർ ഡാഷ് വെയർ പീപ്പിൾ ബിൽഡ് ദെയർ ഹോംസ്. സെറ്റിൽമെൻറ്റ്സ് എന്താണ്? ക്വാർട്ടേഴ്സ്, സെക്ഷൻസ്, പാസേജസ്, പ്ലേസസ്. ദേ ആർ പ്ലേസസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. സെറ്റിൽമെൻറ്റ്സ് ആർ പ്ലേസസ് വെയർ പീപ്പിൾ ബിൽഡ് ദെയർ ഹോംസ്. ദെൻ ഡാഷ് ഹ്യൂമൻ ബീങ്സ് ലീവ്ഡ് ഓൺ ട്രീസ്. ഓക്കെ, പ്രയർ, പ്രീവിയസ്, ഏർലി, ഇനീഷ്യൽ. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞ നൗണിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഏർലി ആണ് വരേണ്ടത്. ഏർലി ഹ്യൂമൻ ബീങ്സ് ലീവ്ഡ് ഓൺ ട്രീസ് ആൻഡ് ഡാഷ് കേവ്സ്. ഓക്കെ, അറൗണ്ട്, ഓൺ, അറ്റ്, ഇൻ. കേവ്സിന് ഉള്ളിലല്ലേ, അപ്പോൾ ഇന്നാണ് വരേണ്ടത്. അറൗണ്ട് എന്ന് വെച്ചാൽ ചുറ്റും എന്നുള്ളൊരു മീനിങ് ആണ്, ഓൾ ദി സൈഡ്സ്. ഓൺ എന്ന് വെച്ചാൽ സർഫസ് ഓഫ് എ ഏരിയ ആണ്. അറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസിനെ പോയിന്റ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നാണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. ആൻഡ് ഇൻ കേവ്സ്. വെൻ ദേ സ്റ്റാർട്ടഡ് ഡാഷ് ക്രോപ്സ്. ഓക്കെ, when they started growing, grows, grown, grow. ഓക്കെ, ഒരു ജെറണ്ട് ആണ് പറയുന്നത്, കാരണം ഓൾറെഡി അവിടെ ഒരു വേർബ് ഉണ്ട്. when they started growing. ഓക്കെ, when they started growing crops, it became dash to have a permanent home. it became essential എന്നൊരു മീനിങ് ആണ്. ഓക്കെ, റിക്വയർഡ് അല്ല, ഇറ്റ് ഈസ് എസെൻഷ്യൽ. അപ്പം നെസസറി ആണ് വരേണ്ടത്. it became necessary to have a permanent home. Question number 23. Select the synonym of the given word. Gratification means satisfaction ആണ്. Okay. Gratification means satisfaction. Select the antonym of the given word. Agreement. Okay. എൻ്റെ antonym എന്താണ്? Discord. Okay. അതായത് disagreement ആണ്. Agreementൻ്റെ opposite discord ആണ്, which means disagreement. Question number 25. Select the meaning of the given idiom. Under the gun means under someone's pressure. ടു ബി അണ്ടർ പ്രഷർ എന്നാണ് അണ്ടർ ദി ഗൺ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് 11 മാർച്ച് 2019 ഷിഫ്റ്റ് 2 GD ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നത്. എൻ്റെ ക്ലാരിഫിക്കേഷൻസും ആൻസേഴ്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ താങ്ക് യു.